ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ ഡെക്കറേഷൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടിയതാണ്. മുരിങ്ങൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു മുരിങ്ങൻ്റെ മരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൊമ്പ് ഒടിഞ്ഞ് വീണപ്പോൾ അത് ഒന്ന് ഉപ്പേരിക്കായ ഇല എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിന് വേണ്ടിയിട്ട് ആക്കുകയാണ്. അപ്പോൾ അത് റെഡിയാക്കുന്ന സമയത്താണ് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൊറിയർ നമ്മൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. എഗ്ഗിൻ്റെ ബോക്സാണ്. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് എഗ്ഗ് സ്റ്റോർ ചെയ്യാറുള്ളത് ഒരു ബോക്സിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ബോക്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വരുന്നവരൊക്കെ ചോദിക്കും, ഇത്രയും എഗ്ഗ് ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു മടിയാണ്, ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ആ സമയത്താണ് മീഷോയിൽ ഈ ഒരു ബോക്സ് കണ്ടത്. എഗ്ഗ് സ്റ്റോർ ചെയ്യുന്ന ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന 36 എഗ്ഗ് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി. നല്ല ഒരു ബോക്സാണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട, കുറച്ച് സ്പേസിൽ കൂടുതൽ എഗ്ഗ് സ്റ്റോർ ചെയ്യാൻ കഴിയും. പിന്നെ ഇതേപോലെ ബോക്സിലാക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാനും കഴിയും. കുറച്ച് സ്പേസ് മതി കേട്ടോ. അപ്പോൾ ചെറിയ ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 36 എഗ്ഗ് വെക്കും ചെയ്യാം. എന്നാലോ ചെറിയൊരു സ്പേസ് മതിയേനും. അപ്പോൾ അത് ഇതുപോലെയാണ് എഗ്ഗ് വെക്കേണ്ടത് കേട്ടോ. 3 ട്രേയിലായിട്ട് 3 തട്ടിലായിട്ടും ഞാൻ എഗ്ഗ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ടോപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് പൊക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പൊട്ടി വീഴുക അങ്ങനെയൊന്നുമില്ല. ആ വെയിറ്റ് താങ്ങാനുള്ള ബാലൻസ് അതിനുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. 260 രൂപ വന്നിട്ടുള്ളൂ കേട്ടോ ആ ഒരു കണ്ടെയ്നറിന്. പിന്നെ വീട്ടിലെ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ ആ പാടത്ത് എന്നും ഇതുപോലെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ മോന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു കുറച്ച് ആമ്പൽ എനിക്ക് പറിച്ച് കൊടുന്ന് തരുമെന്ന്. അപ്പോൾ അവൻ കുറച്ച് ആമ്പലിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇങ്ങനത്തെ ഫ്ലവറൊക്കെ ഇതുപോലെ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ വല്ല പോട്ടിലൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഷോപ്പീസൊക്കെ ആയിട്ട് വെക്കണതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ആമ്പലിനെ തണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ഗ്ലാസ് ഉണ്ടോ, ഈ ഗ്ലാസ് ടപ്പർവെയറിൻ്റെ ആണ്. അപ്പോൾ ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് എത്ര ദിവസം ഇരിക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഇടാനുള്ള ഫ്ലവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ ഞാൻ കളറ് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പെറ്റലിനൊക്കെ കളറ് ചേഞ്ച് ആവുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഹാളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഒരു 1 മണിയൊക്കെ സമയത്ത് ഒരു കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ടയർ കേക്ക് വന്നിട്ടുള്ളത് താഴത്തെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 2 kg ആണ്. ഇതിൻ്റെ താഴത്തെ ഇത് 8 ഇഞ്ചും മുകളിലായിട്ട് 5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഫോണ്ടൻറ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോണ്ടൻറ്റ് വർക്കെല്ലാം തലേ ദിവസം ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ടെഡി ബിയർ ടോപ്പിൽ ആയിട്ട് വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ടെഡി ബിയറിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഫോണ്ടൻറ്റിനെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും നടക്കുന്നുണ്ട് ഫോണ്ടൻറ്റിൻ്റെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ്റ് എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എങ്ങനെ ഫോണ്ടൻ്റ് ഹാൻഡിൽ ചെയ്യാമെന്നും അതുപോലെ ഡ്രൈ ആക്കി എടുക്കേണ്ടത് എങ്ങനെയെന്നും സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് തരുന്നുണ്ട്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സാണ് കേട്ടോ, ലൈഫ് ലോങ് റെക്കോർഡഡ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറ് കുറച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ഗ്രീൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് കിട്ടുക. പിന്നെ അതേപോലെ തന്നെയാണ് ഫോണ്ടൻറ്റിലും കൊടുത്തിട്ടുള്ളത്. ഫോണ്ടൻറ്റ് കേക്കിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് കളറാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പിലായിട്ട് കുറച്ച് സ്റ്റാറുകളും പിന്നെ അതുപോലെ കുറച്ച് ബോൾസ് പോലെ ആക്കിയിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ടെഡി ബിയറുമാണ്. പിന്നെ ഇതാ ഇവിടെ ഒരു ലാഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ലാഡർ വെച്ചിട്ടുള്ളത്. ലാഡറൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻറ്റ് ഡ്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതുപോലെ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമറെ കയ്യിൽ കിട്ടുന്ന സമയമാകുമ്പോഴേക്കും ഫോണ്ടൻ്റൊക്കെ മെൽട്ടായിട്ട് കേക്കിൽ നിന്ന് ഒലിച്ചിറങ്ങി വരും കേട്ടോ.
അപ്പോൾ ഇതാ സൈഡ് ഭാഗത്തായിട്ട് ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് സ്റ്റാറുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും സ്റ്റാറുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ കേക്ക് ഡെക്കറേഷനേക്കാളും എനിക്കിഷ്ടം ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻസാണ് കേട്ടോ. ഇങ്ങനെ ഫോണ്ടൻറ്റിൻ്റെ ഓരോ പീസ് കട്ട് ചെയ്തെടുക്കലും അതിങ്ങനെ ടെഡി ബിയർ ആയാലും യൂണിക്കോൺ ആയാലും ഒക്കെ ഇങ്ങനെ ഫിഗേഴ്സ് ചെയ്യണതിനോടൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ചെയ്യണത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. നമുക്ക് ടൈം എടുത്തിട്ട് സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യണതാണ് ഒന്നും കൂടി ഇഷ്ടം. അപ്പോൾ ഇതാ ഫോണ്ടൻറ്റിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയിം ഡ്രൈ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൈ അത് ആ ഇങ്കിൽ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. ആ കളറിൽ ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ ആ കളർ വരും. പിന്നെ നമ്മൾ തൊടുന്ന ഭാഗങ്ങളിലൊക്കെ ആ കളർ വരും. അപ്പോൾ ഡ്രൈ ആക്കി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നെയിം എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷം അതുപോലെ തന്നെ കേക്കിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട്, അതാണ് ഞാൻ ആ കാര്യം പ്രത്യേകം പറഞ്ഞത്. ഇനി ഇതിൻ്റെ ചെറിയ സ്റ്റാറുകളാണ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റു 2 സൈഡിലായിട്ട് വലിയ സ്റ്റാറുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. കുറച്ച് സ്റ്റാറിനും അതുപോലെ തന്നെ ലാഡറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്പർ 1 എന്നുള്ളത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്കും അതുപോലെ കേക്ക് പോപ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വന്നപ്പോൾ ഈ കേക്ക് കൊടുത്തു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ആമ്പൽപ്പൂവ് ഇതുപോലെ ആയിട്ടോ. അതിൻ്റെ ഇതിനൊരു ടൈം ഉണ്ടെന്ന് തോന്നുന്നു. ആ ടൈം കഴിഞ്ഞപ്പോൾ എല്ലാ പൂവും അത് സാധാരണ മൊട്ട് പോലെ തന്നെ ആയി. അപ്പോൾ ഇനി അത് ആവശ്യം വരില്ല എന്ന് വിചാരിച്ചിട്ട് എന്നാലും പിറ്റേ ദിവസം ഒഴിവാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ വൈകിട്ടാണ് ഇവിടെ ഈവനിങ് സ്നാക്സായിട്ട് അണ്ടിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അണ്ടിപ്പുട്ട് മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് അരി വറുത്തതും പിന്നെ തേങ്ങ, അണ്ടിപ്പരിപ്പ്, പിന്നെ അതുപോലെ ശർക്കര, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ടാണ് അണ്ടിപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അരി വറുത്തത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് തേങ്ങ തന്നെ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പൊടിച്ചെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് പൊടിഞ്ഞ് വരരുത്. പിന്നെ അതിലേക്ക് ശർക്കര അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് പൊടിച്ചത് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തതിൻ്റെ ശേഷമാണ് പൊടിച്ചിട്ടുള്ളത്. പിന്നെ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അതൊരു ശർക്കര കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടി കഴിയും. ശർക്കര നന്നായിട്ട് വേണം കേട്ടോ, എന്നാലേ അത് ഉരുട്ടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഓരോ ബോൾസ് ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഇപ്പോൾ എടുത്ത് വെച്ച് പൊടിച്ചിട്ടുള്ള എല്ലാം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ആഴ്ച വരെ ഇത് കേടുവരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു കുറച്ച് നമുക്ക് എടുക്കാൻ ആവശ്യത്തിനുള്ളത്, അപ്പോൾ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാനൊരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാണ്. പിന്നെ നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും പാത്രം കഴുകൽ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണുണ്ട്. പിന്നെ അതാ കുറച്ച് ഞാനിവിടെ ഒരു കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേ ദിവസത്തിനുള്ള വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. കേക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ ജോലിയും അതുപോലെ കേക്കിൻ്റെ വർക്കും വരുമ്പോൾ എല്ലാം കൂടി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യുക, ഇതെല്ലാം കൂടി ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയും കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങളും, മക്കളെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എല്ലാം നമുക്ക് മുന്നോട്ട് ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ഒരു ടൈം ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയിട്ടും അതുപോലെ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അതുപോലെ തന്നെ പുതിയ പുതിയ കേക്കിൻ്റെ മോഡൽസും കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോറി വെക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്